സുഖവും ദുഃഖവും ഒരമ്മ പെറ്റ മക്കളായിരുന്നു. കൂടപ്പിറപ്പുകൾ മാത്രമല്ല, ഇണപിരിയാത്ത കൂട്ടുകാരും കൂടിയായിരുന്നു അവർ. കളിച്ചും ചിരിച്ചും ഇടക്ക് വല്ലപ്പോഴും കലപില കൂട്ടിയും അവർ വളർന്നു വലുതായി. കല്യാണം കഴിഞ്ഞ് വേർപിരിയാൻ നേരത്ത് ജ്യേഷ്ഠത്തി ചോദിച്ചു, അനിയത്തി, നീ എന്നെ മറക്കുമോ? കണ്ണീരോടെ അനിയത്തി മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. ചേച്ചി എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. ഞാൻ ചേച്ചിയെ തേടി വരും. കഥ നടന്ന് കാലമേറെ കഴിഞ്ഞിട്ടും അനിയത്തി ഇന്നും ആ വാക്ക് പാലിക്കുന്നു. ജീവിതമെന്ന അമ്മ പെറ്റ, സുഖമെന്ന ജ്യേഷ്ഠത്തിയെ തേടി ദുഃഖമെന്ന അനിയത്തി ഇപ്പോഴും നെട്ടോട്ടമോടുകയാണ്. ഇത് കഥയായാലും കെട്ടുകഥയായാലും ഇതിലൊരു സത്യമുണ്ട്. സുഖം എവിടെയുണ്ടോ അവിടെ ദുഃഖവുമുണ്ട്. സുഖമെന്ന ബിന്ദുവിൽ നിന്നും ദുഃഖമെന്ന ബിന്ദുവിലേക്കുള്ള ജീവിതമെന്ന ക്ലോക്കിന്റെ നിലക്കാത്ത ചലനമല്ലേ ഒരു കണക്കിന് നമ്മുടെയൊക്കെ ജീവിതം. അമ്മമാർക്ക് പൊതുവെ ഇളയ കുട്ടികളോടാണല്ലോ സ്നേഹം കൂടുതൽ. അതുപോലെ ജീവിതമെന്ന ഈ അമ്മക്കും ഇളയവളായ ദുഃഖത്തോടാണ് ഏറെ ഇഷ്ടം. അതുകൊണ്ടായിരിക്കാം ജീവിതത്തിൽ സുഖത്തേക്കാളേറെ ദുഃഖം നാം അനുഭവിക്കേണ്ടി വരുന്നത്. കവികളും തത്വചിന്തകരും ദുഃഖമാണ് സത്യമെന്ന് നമ്മോട് പറയുന്നു. മലയാളത്തിന്റെ മഹാകവി കുമാരനാശാൻ ഹാ സുഖങ്ങൾ വെറും ജാലം എന്ന് പാടുമ്പോൾ ദുഃഖമാണ് ശാശ്വത സത്യമെന്ന് തന്റെ ട്രാജഡികളിലൂടെ വില്യം ഷേക്സ്പിയർ അടിവരയിടുന്നു. എന്ന് വെച്ച് ജീവിതം കണ്ണീർ കായലിലെ കടലാസ് തോണിയാക്കാൻ പറ്റുമോ? ഈ ഭൂമിയിൽ ജനിച്ചു പോയത് കൊണ്ട് മരിക്കുന്നതുവരെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ ഈ ലോകത്ത്? രോഗം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ മാനസിക പ്രയാസം കൊണ്ടോ പരീക്ഷിക്കപ്പെടാത്ത എത്ര പേരുണ്ടാവും ഈ ഭൂമിയിൽ? ബുദ്ധൻ പറഞ്ഞ കഥയിലെ അമ്മയെ ഓർമ്മയില്ലേ? മകനെ ജീവിപ്പിക്കാൻ ആരും മരിക്കാത്ത വീട്ടിൽ നിന്നുള്ള കടുകു തേടി അലഞ്ഞ ഒരമ്മയെ. വിശാലമായ ഈ ഭൂമിയിൽ നമുക്കും ഒരിടമുണ്ട്. മറ്റു കോടാനുകോടി ജീവജാലങ്ങളെയും പോലെ നമ്മളും ഈ ഭൂമിയുടെ അവകാശികളാണ്. വായ കീറിയ ദൈവം അന്നവും തന്നിട്ടുണ്ട്. പക്ഷെ അതെവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് മാത്രം. അപ്പോൾ മനുഷ്യനാണോ? പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാൽ മറ്റു ജീവികൾക്കില്ലാത്ത ഒരു മഹാഭാഗ്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിശേഷ ബുദ്ധി. പ്രപഞ്ചത്തിലെ മറ്റൊരു ജീവികൾക്കും ഈ ആനുകൂല്യമില്ല. മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടു എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. പുല്ലോ പുഴുവോ ആയിട്ടായിരുന്നു നാം സൃഷ്ടിക്കപ്പെട്ടിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ വിധി? അവയും നമ്മെ പോലെ ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണല്ലോ. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല. ഓവർ റിയാക്ഷൻ കൊണ്ടും കാര്യമില്ല. സമചിത്തതയോടെ പ്രശ്നത്തെ നേരിടുകയാണ് വേണ്ടത്. അതിന് ആദ്യം വേണ്ടത് മനസ്സിനെ ശാന്തമാക്കുകയാണ്. നിങ്ങൾക്ക് കോപം വരുമ്പോൾ നിങ്ങൾ ഇരിക്കുക എന്ന് 3 തവണ നബി സല്ലല്ലാഹു ആവർത്തിച്ചു പറഞ്ഞത് ഒരു വലിയ മനഃശാസ്ത്ര തത്വം തന്നെയാണ്. പ്രശ്നങ്ങളെ മനസ്സിൽ പെരുപ്പിച്ച് കാണിച്ച് നിരാശപ്പെടരുത്. നിങ്ങളെക്കാളേറെ സങ്കടപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് മറക്കാതിരിക്കുക. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾക്ക് തന്ന ദൈവം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഒരുക്കിയിട്ടുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. എല്ലാ യുദ്ധങ്ങളും ജയിക്കണമെന്നില്ല. അതുപോലെ എല്ലാ ജീവിതങ്ങളും സുഖത്തിൽ ആറാടണം എന്നുമില്ല. യുദ്ധത്തിൽ ജയമോ പരാജയമോ ഉറപ്പാണ്. അതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാവും. തോൽക്കുമെന്ന് പേടിച്ച് ആരെങ്കിലും യുദ്ധം ചെയ്യാതിരിക്കുമോ? അപ്പോൾ പിന്നെ ദുഃഖത്തെ പേടിച്ച് നാം എന്തിന് ജീവിക്കാതിരിക്കണം? ദുഃഖത്തിൽ മാത്രമല്ല സുഖത്തിലുമുണ്ട് ദുഃഖം. സമ്പത്ത് കുന്നുകൂടിയാൽ സമാധാനം കിട്ടുമോ? പേരും പെരുമയും മാനത്തോളം ഉയർന്നാൽ ശാന്തി ലഭിക്കുമോ? ശാന്തിയും സമാധാനവും ഇല്ലാത്ത ജീവിതത്തിൽ എവിടെയാണ് സുഖം? സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റുക, ദുഃഖങ്ങളെ സുഖങ്ങളാക്കി തീർക്കുക. വിശ്വമഹാകവി വില്യം ഷേക്സ്പിയറുടെ വരികൾ ഉദ്ധരിക്കട്ടെ. മൈ ഡ്രോപ്സ് ഓഫ് ടിയേഴ്സ് ഐ വിൽ ടേൺ ടു സ്പാർക്സ് ഓഫ് ഫയർ. എന്റെ കണ്ണുനീർ തുള്ളികൾ ഞാൻ തീപ്പൊരിയാക്കി മാറ്റും.